Hi everyone, how are you guys doing? ഇന്ന് നമ്മൾ ബിസിനസ് സ്റ്റഡീസിൻ്റെ ക്ലാസ് ആസ് പെർ ദ ലേറ്റസ്റ്റ് സിലബസ് ആപ്ലിക്കബിൾ ഫോർ അക്കാഡമിക് ഇയർ 24-25 തുടങ്ങാൻ പോവാണ്. സോ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്ക് ക്ലാസ്സിനോടുള്ള അപ്രോച്ച് എങ്ങനെയായിരിക്കും എന്നൊന്ന് പറയാം. സോ ബിസിനസ് സ്റ്റഡീസ് എന്ന് പറഞ്ഞൊരു പേപ്പർ ജനറലി അതൊരു തിയറി പേപ്പറാണ്, ബൈ ഹാർട്ട് പഠിച്ച് എഴുതാം എന്നൊക്കെയാണ് ഒരു ജനറൽ ഐഡിയ. ബട്ട് ആക്ച്വലി സ്പീക്കിംഗ് ബിസിനസ് സ്റ്റഡീസ് വളരെയധികം പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഉള്ളൊരു സബ്ജക്റ്റാണ്. ഇപ്പോൾ നമ്മൾ ഇതിലെ ഓരോ പ്രിൻസിപ്പിൾസും തിയറീസൊക്കെ പഠിക്കുമ്പോഴത്തേനും നിങ്ങൾ റിയലൈസ് ചെയ്യും ദറ്റ് ഇതിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഡെയിലി ലൈഫിൽ ഓൾറെഡി അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ക്ലാസ്സിൽ ഫോളോ ചെയ്യാൻ പോകുന്ന അപ്രോച്ച് എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ, ആദ്യം തന്നെ നമ്മൾ എല്ലാ കോൺസെപ്റ്റും 100% മനസ്സിലാക്കും വിത്ത് ദ ഹെൽപ്പ് ഓഫ് എക്സാമ്പിൾസ്. നമ്മുടെ എവറി ഡേ ലൈഫ് എന്നുള്ള എക്സാമ്പിൾസും ഉണ്ടാവും, അതേപോലെ ബിസിനസ് കോണ്ടെക്സ്റ്റിൽ നിന്ന് എടുക്കുന്ന എക്സാമ്പിൾസും ഉണ്ടാവും. അപ്പോൾ ആദ്യം നമ്മൾ കോൺസെപ്റ്റ് 100% ക്ലിയർ ആയതിനു ശേഷം മനസ്സിലാക്കിയാൽ മാത്രം പോരാ അല്ലേ, എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഓർത്ത് എഴുതാനും പറ്റണം. അപ്പോൾ അവിടെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ മെമ്മറി ടെക്നിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പലതരം മെമ്മറി ടെക്നിക്സ് ഉണ്ട്. ഇപ്പോൾ ന്യൂമോണിക്സ്, വിഷ്വൽ മെമ്മറി, മൈൻഡ് മാപ്സ്, അങ്ങനത്തെ പല മെമ്മറി ടെക്നിക്സും യൂസ് ചെയ്താൽ നമുക്ക് ഈ മനസ്സിലാക്കിയ ഇൻഫർമേഷൻ എളുപ്പത്തിൽ റീറ്റെയിൻ ചെയ്യാനായിട്ടും എക്സാമിൽ റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ടും പറ്റും. അപ്പോൾ നമ്മുടെ അപ്രോച്ച് എങ്ങനെയായിരിക്കുമെന്ന് വെച്ചാൽ, ഫസ്റ്റ് നമ്മൾ കോൺസെപ്റ്റ് 100% മനസ്സിലാക്കും എക്സാമ്പിൾസിൻ്റെ ഹെൽപ്പോടുകൂടി. എന്നിട്ട് നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാനായിട്ടുള്ള മെമ്മറി ടെക്നിക്സ് നമ്മൾ ക്ലാസ്സിൽ തന്നെ ഷെയർ ചെയ്യും. സോ നിങ്ങൾ ആകെ ചെയ്യേണ്ടത് എന്താണ്, ഈ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ ഇരുന്ന് കാണുക. അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റ് വായിച്ച് നോക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് എല്ലാ പോയിൻറ്റ്സും ഈസിലി റീകളക്ട് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. എന്താണ് ഫസ്റ്റത്തെ ചാപ്റ്റർ? നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും സിമ്പിൾ വേർഡ്സിൽ പറയുകയാണെങ്കിൽ, മാനേജ്മെൻറ്റ് മീൻസ് മാനേജിങ് മെൻ ആൻഡ് തിങ്സ്. ആൾക്കാരെയും അതേപോലെ തിങ്സ് അല്ലെങ്കിൽ റിസോഴ്സസിനെ മാനേജ് ചെയ്യുന്നതിനെയാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി ഈ മാനേജ്മെൻറ്റ് നമുക്ക് എല്ലായിടത്തും കാണാൻ പറ്റും. വലിയ വലിയ കമ്പനികളിലായിക്കോട്ടെ, അതേപോലെ കുഞ്ഞു കടകളിലാണെങ്കിലും നമ്മുടെ വീടുകളിലാണെങ്കിലും, അങ്ങനെ എല്ലായിടത്തും മാനേജ്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ ബുക്കിലെ ഡെഫിനിഷനിലേക്ക് വരുവാണെങ്കിൽ, മാനേജ്മെൻറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് ദ പ്രോസസ് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ എഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി. അപ്പോൾ മാനേജ്മെൻറ്റ് ഡെഫിനിഷനിൽ 3 കീവേഡ്സ് ഉണ്ട്. എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് എ പ്രോസസ്. അപ്പോൾ നമുക്ക് ആദ്യം പ്രോസസ്സ് എന്താണെന്ന് മനസ്സിലാക്കാം. സോ വാട്ട് ഈസ് എ പ്രോസസ്? പ്രോസസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രൈമറി ഫങ്ഷൻസ് ഓർ ആക്ടിവിറ്റീസ് ദാറ്റ് മാനേജ്മെൻറ്റ് പെർഫോംസ് ടു ഗെറ്റ് തിങ്സ് ഡൺ. അതായത് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റ് പെർഫോം ചെയ്യുന്ന എല്ലാ ഫങ്ഷൻസിനെയും കൂടെ ഒരുമിച്ചാണ് നമ്മൾ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ദീസ് ഫങ്ഷൻസ് ആർ എന്തൊക്കെയാണ്? മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ്: പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ്. ഓക്കെ, നമ്മളിപ്പോൾ നിങ്ങൾക്ക് വളരെ റിലേറ്റബിൾ ആയിട്ടുള്ളൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഈ ഫങ്ഷൻസ് മനസ്സിലാക്കാൻ നോക്കുകയാണെങ്കിൽ, നമുക്ക് സ്കൂളിൽ നിന്ന് ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ ആദ്യം തന്നെ എന്തായിരിക്കും ചെയ്യുക? നമ്മളൊരു ഗ്രൂപ്പ് ലീഡറിനെ ചൂസ് ചെയ്യും. എന്തിനാണ് ഗ്രൂപ്പ് ലീഡറിനെ ചൂസ് ചെയ്യുന്നത്? സോ ദാറ്റ് നമ്മുടെ ടീമിൻ്റെ എല്ലാ അപ്ഡേറ്റ്സും ടീച്ചറിന് കൊടുക്കുന്നത് ഈ ഗ്രൂപ്പ് ലീഡർ ആയിരിക്കും. അപ്പോൾ ഈ ഗ്രൂപ്പ് ലീഡറിനാണ് റെസ്പോൺസിബിലിറ്റി ഗ്രൂപ്പ് മര്യാദയ്ക്ക് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാനായിട്ടും ടീച്ചറിൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യാനായിട്ടും. ഇനി ഗ്രൂപ്പ് ലീഡറിനെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയാണ്? പിന്നെയാണ് ഈ ഫങ്ഷൻസ് ഓരോന്നോരോന്നായിട്ട് വരുന്നത്. ആദ്യം തന്നെ ഗ്രൂപ്പ് ലീഡറും ഗ്രൂപ്പ് മെമ്പേഴ്സും നിങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് പ്ലാൻ ചെയ്യും അല്ലേ, നമ്മൾ ഏത് ടോപ്പിക്കിലാണ് പ്രോജക്റ്റ് ചെയ്യാൻ പോകുന്നത്, പിന്നെ എന്തൊക്കെ ഏരിയാസാണ് നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, പിന്നെ അതേപോലെ നമുക്ക് പ്രോജക്റ്റിന് വേണ്ടി സ്റ്റേഷനറി അങ്ങനെ എന്തെങ്കിലും എക്സ്പെൻസസ് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ബഡ്ജറ്റ് എത്രയാണ്, ഇതെല്ലാം നമ്മൾ പ്ലാനിങ് സ്റ്റേജിൽ തീരുമാനിക്കും. അടുത്ത് വരുന്നതാണ് ഓർഗനൈസിങ് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പം ഈ സ്റ്റേജിൽ നമ്മൾ വർക്ക് ഡിവൈഡ് ചെയ്യും അല്ലേ. ഇപ്പോൾ ചില ആൾക്കാർ ഡേറ്റ കളക്ട് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ആയിരിക്കും, എന്നാൽ അതേസമയം വേറെ ചില ആൾക്കാർ ഇപ്പോൾ ഭയങ്കര ക്രിയേറ്റീവായിട്ടൊക്കെ ഉള്ളവർക്കായിരിക്കും ഈ പ്രോജക്റ്റ് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാനായിട്ടും ഡെക്കറേറ്റ് ചെയ്യാനായിട്ടൊക്കെ ഉള്ള റെസ്പോൺസിബിലിറ്റി കൊടുക്കുക. അപ്പോൾ അങ്ങനെ വർക്ക് ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് ഓർഗനൈസിങ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് സ്റ്റാഫിങ്. അപ്പോൾ നമ്മുടെ ഈ എക്സാമ്പിളിൽ ആക്ച്വലി സ്റ്റാഫിങ് അത്ര റെലവെൻ്റ് അല്ല, ബിക്കോസ് ഈ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിനെയാണ് ഇപ്പം ഈ കോണ്ടെക്സ്റ്റിൽ നമുക്ക് സ്റ്റാഫ് എന്ന് പറയാൻ പറ്റുക. അടുത്ത ഫംഗ്ഷൻ എന്താണ്? ഡയറക്റ്റിംഗ്. ഡയറക്റ്റിംഗിൽ എന്താണ്? നമ്മുടെ ഗ്രൂപ്പ് ലീഡർ എന്ത് ചെയ്യും? എല്ലാവരും അവരവരുടെ ജോലി മര്യാദയ്ക്ക് ചെയ്യുന്നുണ്ടോ, അവരെ ഏൽപ്പിച്ച കാര്യങ്ങൾ മര്യാദയ്ക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ഗ്രൂപ്പ് ലീഡർ നോക്കും. അതാണ് ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കും, അവരെല്ലാം കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. അതാണ് ഡയറക്റ്റിംഗ്. അവസാനം വരുന്നതാണ് കൺട്രോളിങ്. അതായത് നമ്മുടെ പ്രോജക്റ്റിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് എത്തും. അപ്പോൾ നമ്മളിങ്ങനെ നോക്കും, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ പ്രോജക്റ്റ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയോ, നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ടാണോ നമുക്ക് കിട്ടിയത്, നമ്മുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ചിട്ട് ഉള്ള ക്വാളിറ്റി ഉള്ള വർക്കാണോ നമ്മൾ ചെയ്തത്, അത് കഴിഞ്ഞത് ടീച്ചേഴ്സിന് സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഗ്രേഡ് വരും അല്ലേ. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത് നല്ല ഗ്രേഡാണോ കിട്ടിയത്, അല്ല എവിടെയെങ്കിലും കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടേക്കാണ് നമുക്ക് മിസ്റ്റേക്സ് വന്നത്, അത് മനസ്സിലാക്കി നെക്സ്റ്റ് പ്രോജക്റ്റിൽ അത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്
നമ്മൾ ശ്രമിക്കും. അതാണ് കൺട്രോളിംഗ് എന്ന് പറയുന്നത്. 5 ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്, അതായത് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, കൺട്രോളിംഗ് എന്തൊക്കെയാണെന്നുള്ളത് ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് ഈ എക്സാമ്പിളിൽ നിന്ന് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയിപ്പം ഈ ഓരോ പോയിന്റും നമുക്ക് ആക്ച്വലി ഓരോ ചാപ്റ്ററായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത് കൊണ്ട് തന്നെ ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യുന്നതായിരിക്കും. ഇപ്പം നമുക്ക് ജസ്റ്റ് ഒരു ബേസിക് ഐഡിയ, അതായത് ഈ എല്ലാ ഫങ്ഷൻസും കൂടി ഒരുമിച്ച് ചേരുമ്പോഴാണ് ഒരു പ്രോസസ്സ് ആവുന്നത് എന്ന് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ വന്നത്. ഇനി ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ. ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ എന്ന് വെച്ചാൽ എന്താണ്? കാര്യങ്ങൾ നടത്തിയെടുക്കാം. നമുക്ക് 2 രീതിയിൽ കാര്യങ്ങൾ ചെയ്തെടുക്കാം. either you do it yourself, നമ്മൾ തന്നെ ചെയ്തു, അല്ലെങ്കിൽ നമുക്ക് വേറെ ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. നമ്മുടെ ഈ എക്സാമ്പിളിലാണെങ്കിൽ ഒന്നില്ലെങ്കിൽ ഗ്രൂപ്പ് ലീഡറിന് ചെയ്യാം, അല്ലെങ്കിൽ ഗ്രൂപ്പ് മെമ്പേഴ്സിനെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കാം. അപ്പോൾ ഗ്രൂപ്പ് ലീഡർ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും, ബട്ട് എല്ലാം പുള്ളിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല അല്ലേ. സോ കുറച്ച് കാര്യങ്ങൾ പുള്ളി ചെയ്യും, കുറച്ച് കാര്യങ്ങൾ ബാക്കി ഗ്രൂപ്പ് മെമ്പേഴ്സിനെ കൊണ്ട് ചെയ്യിപ്പിക്കും. അങ്ങനെ ഫൈനലി യു ആർ ഗെറ്റിംഗ് തിങ്സ് ഡൺ, അതായത് നമ്മൾ കാര്യങ്ങൾ ചെയ്തെടുക്കുകയാണ്. ഇനി 2 രീതിയിൽ ചെയ്തെടുക്കാം, വിച്ച് ഇസ് എഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി. അപ്പം എഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി എന്ന് പറഞ്ഞാൽ ഈ 2 വാക്കും കേൾക്കാൻ ഭയങ്കര സിമിലറാണ്. നമ്മൾ പല സിറ്റുവേഷനിൽ ഇത് രണ്ടും മാറി മാറി യൂസ് ചെയ്യാനും ചാൻസ് ഉണ്ട്, ബട്ട് ആക്ച്വലി ഇത് രണ്ടിൻ്റെ മീനിങ് ഡിഫറെൻ്റ് ആണ്. എഫക്റ്റീവ്ലി എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ സമയത്തിന് തീർത്തു, അതാണ് എഫക്റ്റീവ്ലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ കറക്റ്റ് സമയത്ത് കറക്റ്റ് പറഞ്ഞ പണി തീർക്കുക, അതാണ് എഫക്റ്റീവ്നെസ്. അപ്പോൾ അവിടെ ടീയിലാണ് എംഫസിസ്, ടൈമിൽ കാര്യം തീർക്കുക. നമ്മുടെ എൻഡ് റിസൾട്ട് അല്ലെങ്കിൽ എൻഡ് ഗോളിനെ പറ്റി മാത്രമേ നമ്മൾ എഫക്റ്റീവ്ലിയിൽ ചിന്തിക്കുന്നുള്ളൂ. ബട്ട് ദെൻ എഫിഷ്യൻ്റ്ലി എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ സിയിലാണ് എംഫസിസ്, കോസ്റ്റും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് എഫക്റ്റീവ്ലിയിൽ ടി നിങ്ങൾക്ക് ടൈം വെച്ച് കോറിലേറ്റ് ചെയ്യാം, ആൻഡ് എഫിഷ്യൻ്റ്ലിയിൽ സി കോസ്റ്റ് വെച്ച് കോറിലേറ്റ് ചെയ്യാം. അപ്പം എഫിഷ്യൻ്റ്ലിയിൽ നമ്മൾ എന്താണ് നോക്കുന്നത്? കറക്റ്റ് ജോലി നമ്മൾ തീർത്തു വിത്ത് മിനിമം കോസ്റ്റ്, ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ നമ്മൾ ജോലി തീർക്കുന്നതിനെയാണ് എഫിഷ്യൻ്റ്ലി ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മളൊരു കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസും കൂടെ ഉണ്ട്. നമുക്ക് എങ്ങനെയൊക്കെ എഫിഷ്യൻസി കൂട്ടാൻ പറ്റും? ഒന്നിലേക്ക് കുറച്ച് റിസോഴ്സസ് ഉപയോഗിച്ചിട്ട് നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് കിട്ടുകയാണ്, അല്ലെങ്കിൽ ഒരേ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് റിസോഴ്സസേ ഉപയോഗിക്കുന്നുള്ളൂ. ഈ റിസോഴ്സസ് എന്ന് വെച്ചാൽ എന്താണ്? നമുക്കൊരു ബിസിനസ്സിന് വേണ്ടത് എന്തൊക്കെയാണ്? മണി, മെറ്റീരിയൽ, എക്യുപ്മെൻറ്റ്, പിന്നെ ഹ്യൂമൻ റിസോഴ്സസ്, ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ ഈ റിസോഴ്സസ് കുറയ്ക്കുകയാണെങ്കിൽ, അതായത് നമുക്ക് ബെനിഫിറ്റ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന റിസോഴ്സസ് കുറയ്ക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? ഈ റിസോഴ്സ് ഒന്നും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ല അല്ലേ, എല്ലാത്തിനും കോസ്റ്റ് നമ്മൾ ഇൻകർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ റിസോഴ്സസ് കുറയ്ക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് നമ്മുടെ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. കോസ്റ്റ് കുറഞ്ഞാൽ എന്താ പറ്റുക? നമ്മുടെ പ്രോഫിറ്റ്സ് അല്ലെങ്കിൽ ലാഭം കൂടും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മാനേജ്മെൻറ്റിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇറ്റ്സ് എ പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈമറി ഫങ്ഷൻസ് ആണ്. 5 ഫങ്ഷൻസ് ഉണ്ട്: പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്. ഇനി ഈ പ്രോസസ്സ് എന്താണ്? ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ. എങ്ങനെയൊക്കെയാണ്? എഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി. എഫക്റ്റീവ് ആയിരിക്കണം, എഫിഷ്യൻ്റ് ആയിരിക്കണം. ടൈമിൽ ജോലി മര്യാദയ്ക്ക് തീർക്കാൻ വേണം, ഏറ്റവും കുറഞ്ഞ ചിലവിൽ തീർക്കാൻ വേണം. അതാണ് മാനേജ്മെൻറ്റിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇനി ഒരു ഡെഫിനേഷനും കൂടെ നിങ്ങൾ ടെക്സ്റ്റിലുള്ളത് ഞാൻ ഇവിടെ റെഫറൻസിന് ഇട്ടിട്ടുണ്ട്. മാനേജ്മെൻറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് ദ പ്രോസസ് ഓഫ് പ്ലാനിങ്, ഓർഗനൈസിങ്, ആക്ച്വേറ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് ആൻഡ് ഓർഗനൈസേഷൻസ് ഓപ്പറേഷൻസ് ഇൻ ഓർഡർ ടു അച്ചീവ് കോർഡിനേഷൻ ഓഫ് ദി ഹ്യൂമൻ ആൻഡ് മെറ്റീരിയൽ റിസോഴ്സസ് എസെൻഷ്യൽ ഇൻ ദ എഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻറ്റ് അറ്റൈൻമെൻറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ്. അപ്പം ഇതിലുള്ള എല്ലാ പോയിന്റ്സും നിങ്ങൾ ടെക്സ്റ്റിൽ NCERT ടെക്സ്റ്റിലുള്ളത് തന്നെയാണ്. ജസ്റ്റ് അതൊരു ഫ്ലോ ചാർട്ടൊക്കെ ആക്കി ഫോർ ഈസി മെമ്മറി റിട്ടൻഷന് വേണ്ടിയിട്ട് അങ്ങനെ പ്രസൻറ്റേഷൻ മാറ്റിയിട്ടുണ്ടെന്നുള്ളൂ. എവറിത്തിങ് ഇസ് ഫ്രം യുവർ ടെക്സ്റ്റ് ബുക്ക് ഓൺലി. ഇനി അപ്പോൾ നമ്മൾ മാനേജ്മെൻറ്റിൻ്റെ ഡെഫിനേഷൻ പഠിച്ചു. അതിൻ്റെ 3 കീവേഡ്സും അതിൻ്റെ അടിയിലുള്ള കുറച്ച് സബ് പോയിന്റ്സും ആണ് ഇതിൽ ഓർത്തിരിക്കാനുള്ളത്. എഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യൻസി, ഇത് രണ്ടിൻ്റെ ഡിഫറൻസ് ഒരു 2 മാർക്സിനൊക്കെ വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. നമ്മളൊരു കമ്പാരിസൺ നോക്കാം. അപ്പോൾ ഈ 2 ടേംസും ഡിഫറെൻ്റ് ആണെങ്കിലും രണ്ടും ഇൻ്റർ റിലേറ്റഡ് ആണ്. അതായത് മാനേജ്മെൻറ്റിന് എഫക്റ്റീവും ആവണം, എഫിഷ്യൻറ്റും ആവണം. അപ്പോൾ ഇതിന് നമുക്ക് 2 സൈഡ്സ് ഓഫ് ദ സെയിം കോയിൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് നമുക്കൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. ഇപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ സ്റ്റാഫിന് യൂണിഫോംസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ നിങ്ങളുടെ സ്കൂളിലെ മാനേജ്മെൻറ്റ് എന്താണ് ചെയ്തത്? അവർ ഈ യൂണിഫോംസ് റെഡിയാക്കുന്ന ഇത് ഔട്ട്സോഴ്സ് ചെയ്തു പുറത്തുള്ളൊരു കോൺട്രാക്ടറിന്. എന്നിട്ട് അവരെടുത്ത് പറഞ്ഞു, ബൈ May 31 ഞങ്ങൾക്ക് ഈ സ്റ്റാഫിൻ്റെ യൂണിഫോംസ് ഒക്കെ റെഡിയാക്കിയിട്ട് വേണം, കാരണം ജൂണിൽ ക്ലാസ് തുടങ്ങണം. അപ്പോൾ May 31 വേണം. അപ്പോൾ ഡെഡ് ലൈനും സ്കൂളിലെ മാനേജ്മെൻറ്റ് കൊടുത്തു. ഇനി കോൺട്രാക്ടർ എന്താണ് ചെയ്തത്? ആള് ലാസ്റ്റ് മിനിറ്റ് വരെയൊക്കെ വെച്ചുകൊണ്ടിരുന്നിട്ട് പിന്നെ പെട്ടെന്ന് എന്ത് പറ്റി? ഈ ഡ്യൂ ഡേറ്റ് ആവാറായപ്പോഴത്തേനും ഓടിപ്പോയി. അപ്പം ആദ്യം തന്നെ യൂണിഫോം ഉണ്ടാക്കണമെങ്കിൽ മെറ്റീരിയൽ വേണം, ക്ലോത്ത് വേണം അല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഓടിപ്പോയി ഒരു കടയിൽ നിന്ന് മെറ്റീരിയൽ എടുത്തു. അപ്പം പെട്ടെന്ന് പോയി എടുത്തുകൊണ്ട് തന്നെ പല കടയിൽ റേറ്റ് ഒന്നും ചോദിക്കാനൊന്നും പറ്റില്ല. ആദ്യം കണ്ട കടയിൽ നിന്ന് മേടിച്ചു. പുള്ളിയാണെങ്കിൽ ഹൈ പ്രൈസും ചാർജ് ചെയ്തു. അപ്പോൾ നമ്മൾ മെറ്റീരിയൽ മേടിച്ചത് തന്നെ ഹൈ കോസ്റ്റിനായിപ്പോയി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്യണം അല്ലേ. അപ്പോൾ അതിന് നമുക്ക് ടൈലേഴ്സിന് ആവശ്യമുണ്ട്. അപ്പോൾ ജനറലി ഒരു വർക്കിംഗ് അവേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ 8 hours ഒക്കെയാണ്. അപ്പോൾ അതിൽ കൂടുതൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ
ഓവർ ടൈം ഒക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ സമയമില്ലാത്തതുകൊണ്ട് നമ്മുടെ കോൺട്രാക്ടർ എന്ത് ചെയ്തു, അവരെ കൊണ്ട് ഡബിൾ ഷിഫ്റ്റ് ഓവർ ടൈം ഒക്കെ വർക്ക് ചെയ്യിപ്പിച്ചു. അതുകൊണ്ട് തന്നെ എന്ത് പറ്റി, അവർക്ക് നോർമൽ വേജസിൻ്റെ കൂടെ ഓവർ ടൈം വേജസും കൂടെ കൊടുക്കേണ്ടി വന്നു. അങ്ങനെ അവസാനം May 31 പറഞ്ഞ യൂണിഫോംസ് എല്ലാം കോൺട്രാക്ടർ റെഡിയാക്കി കൊണ്ടുവന്നു. ബട്ട് എന്താ പറ്റിയത്, മെറ്റീരിയലിനും ആയിക്കോട്ടെ ലേബറേഴ്സ് അല്ലെങ്കിൽ ടൈലേഴ്സിനായിക്കോട്ടെ രണ്ടിനും പുള്ളി ഹയർ കോസ്റ്റ് ഇൻകർ ചെയ്തു. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് പറയാം ഈ കോൺട്രാക്ടർ എഫക്റ്റീവ് ആയിരുന്നു. കാരണം എന്താ, ഡ്യൂ ഡേറ്റിനുള്ളിൽ അല്ലെങ്കിൽ ഡെഡ് ലൈൻ്റെ ഉള്ളിൽ പറഞ്ഞ ഗുഡ്സ് ഡെലിവറി ചെയ്തു അല്ലെങ്കിൽ യൂണിഫോംസ് ഡെലിവറി ചെയ്തു. ബട്ട് ദെൻ എഫിഷ്യൻ്റ് ആണോ, അല്ല. ബിക്കോസ് നോർമലി ഇൻകർ ചെയ്യണേലും ഹയർ കോസ്റ്റിലാണ് പുള്ളി ഗുഡ്സ് റെഡിയാക്കിയത്. അതായത് ഹയർ മെറ്റീരിയൽ കോസ്റ്റും വന്നു, ഹൈ ലേബർ കോസ്റ്റും വന്നു. ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സിനാരിയോ ഉണ്ടാവാം. അതായത് നമ്മൾ തീർന്നാലും ഇല്ലെങ്കിലും നമ്മൾ എഫിഷ്യൻ്റ് ആയിട്ടേ ചെയ്യുള്ളൂ എന്നും പറഞ്ഞ് ഇരിക്കുകയാണെങ്കിൽ എന്താ പറ്റുക, മാർക്കറ്റിലെ സമയത്തിന് ഗുഡ്സ് എത്തില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ എഫിഷ്യൻ്റ് ആണ് പക്ഷെ എഫക്റ്റീവ് അല്ല. കാരണം സമയത്തിന് ഗുഡ്സ് ഡെലിവറി ചെയ്യാൻ പറ്റണം അല്ലേ നമുക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് ഫോർ മാനേജ്മെൻറ്റ് ടു അച്ചീവ് ബോത്ത് എഫക്റ്റീവ്നെസ് ആൻഡ് എഫിഷ്യൻസി. അതായത് നമുക്ക് നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റണം യൂസിങ് ഏറ്റവും മിനിമം റിസോഴ്സസ്. രണ്ടും തമ്മിൽ ഒരു ബാലൻസ് എപ്പോഴും വേണം. അപ്പോൾ അതാണ് നമ്മുടെ ഒരു എക്സാമ്പിൾ. അതായത് സ്കൂൾ യൂണിഫോംസിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു. ഇത് എഫിഷ്യൻ്റ് ആവുന്ന എപ്പോഴാണ്, നമ്മളിപ്പം ഓർഡർ കിട്ടിയപ്പോൾ തന്നെ നമ്മൾ പല സപ്ലൈസിൻ്റെ അടുത്ത് നിന്ന് ക്ലോത്തിൻ്റെ മെറ്റീരിയലിൻ്റെ റേറ്റ്സ് ഒക്കെ എടുത്തിട്ട് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ഏറ്റവും റീസണബിൾ പ്രൈസിൽ കിട്ടുന്ന എവിടെയാണോ അവിടെ നിന്ന് നമ്മൾ മെറ്റീരിയൽ എടുത്തു. ഇത് നമ്മൾ പ്രൊഡക്ഷനൊക്കെ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്തു. സോ ദാറ്റ് ഓവർ ടൈം ഒന്നും ആർക്കും ഇരിക്കേണ്ടി വന്നില്ല. കറക്റ്റ് പറഞ്ഞ ടൈമിനുള്ളിൽ തന്നെ വർക്ക് ചെയ്ത് പറഞ്ഞ സമയത്തിന് നമ്മൾ ഡെലിവറി ചെയ്തു. അതായത് May 31 ആയപ്പോഴത്തേനും യൂണിഫോംസ് എല്ലാം ഏറ്റവും റീസണബിൾ കോസ്റ്റിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്ത് ഡെലിവറി ചെയ്യാൻ പറ്റിയെന്നാണെങ്കിൽ അവിടെ നമ്മൾ എന്താണ്, എഫക്റ്റീവുമാണ് എഫിഷ്യൻറ്റുമാണ്. അതാണ് മാനേജ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ളത്. കാരണം രണ്ടും തമ്മിൽ എപ്പോഴും ഒരു ബാലൻസ് ഉണ്ടായിരിക്കണം. ഇനി ഒരു എക്സാമ്പിളും കൂടെ ഉണ്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ, അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. നെക്സ്റ്റ് ടോപ്പിക്കാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെൻറ്റ്. അപ്പം ഇനി നമ്മൾ സിലബസിലേക്ക് മുന്നോട്ട് പോകുമ്പോഴും ഇതേപോലെ കുറേ ടോപ്പിക്സ് ഉണ്ടാവും. വേറെ ഹെഡിങ്ങിൻ്റെ അടിയിൽ കുറേ സബ് പോയിൻറ്റ്സ് ഉണ്ടാവും. ഒരു 7-8 സബ് പോയിൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ഇതെങ്ങനെ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ മെയിൻ സബ് പോയിൻറ്റ്സ് നമ്മൾ ഓർത്തിരിക്കണം. ബട്ട് ദെൻ അതിൻ്റെ അകത്തുള്ള ഓരോ പാര ഉള്ള കണ്ടന്റ് ഉണ്ടല്ലോ, അത് എന്താണെന്ന് കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺ വേർഡ്സിൽ എഴുതാവുന്നതാണ്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെൻറ്റിൽ നമുക്കൊരു മെമ്മറി ടെക്നിക്ക് വെച്ചിട്ട് ഓർക്കാം. ബിക്കോസ് ഈച്ച് പോയിന്റ് ഇൻഡിവിജ്വലി ഓർക്കുന്നതിലും നമുക്ക് എളുപ്പം ഈ ഒരു സെൻറ്റൻസ് ഓർത്ത് വയ്ക്കുകയാണെങ്കിൽ ഇതിലിപ്പം നിങ്ങൾ കാണുന്ന ഈ റെഡിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ലെറ്റേഴ്സ് ആണ് നമ്മൾ ആൻസറിൽ വരുന്ന സബ് പോയിൻറ്റ്സിൻ്റെ സ്റ്റാർട്ടിങ് ലെറ്റേഴ്സ്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റും എളുപ്പത്തിൽ. സോ സെൻട്രൽ ഗവൺമെൻറ് ആസ്ക്ഡ് MP ഹിസ് ID. സെൻട്രൽ ഗവൺമെൻറ് ആസ്ക്ഡ് MP, അതായത് മെമ്പർ ഓഫ് പാർലമെൻറ്റ്, ഹിസ് ID. അങ്ങനെ ഒരു സിമ്പിൾ സെൻറ്റൻസ് ആണ്. അപ്പോൾ അതിൽ സെൻട്രലിൻ്റെ C സ്റ്റാൻഡ്സ് ഫോർ കണ്ടിന്യൂസ് പ്രോസസ്സ്. ഗവൺമെൻറ്റിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വരുന്ന G വെച്ചിട്ട് 2 സബ് പോയിൻറ്റ്സ് ഉണ്ട്, ഗോൾ ഓറിയൻറ്റഡ് പ്രോസസ്സും ഗ്രൂപ്പ് ആക്ടിവിറ്റിയും. പിന്നെ MP, M സ്റ്റാൻഡ്സ് ഫോർ മൾട്ടി ഡയമെൻഷണൽ ആൻഡ് P ഫോർ പെർവേസീവ്. പിന്നെ ID, I ഇൻടാഞ്ചിബിൾ ഫോഴ്സ് ആൻഡ് D ഡൈനാമിക്. അപ്പോൾ എന്തൊക്കെയാണ്, കണ്ടിന്യൂസ് പ്രോസസ്സ്, ഗോൾ ഓറിയൻറ്റഡ് പ്രോസസ്സ്, ഗ്രൂപ്പ് ആക്ടിവിറ്റി, മൾട്ടി ഡയമെൻഷണൽ, പെർവേസീവ്, ഇൻടാഞ്ചിബിൾ ആൻഡ് ഡൈനാമിക്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ആസ്ക്ഡ് MP ഹിസ് ID. സെൻട്രലിൽ C സ്റ്റാൻഡ്സ് ഫോർ കണ്ടിന്യൂസ് പ്രോസസ്സ്, ഗവൺമെൻറ്റിൽ G വെച്ചിട്ട് 2 പോയിൻറ്റ്സ് ഉണ്ട്. എന്തൊക്കെയാണ്, ഗോൾ ഓറിയൻറ്റഡ് പ്രോസസ്സ് ആൻഡ് ഗ്രൂപ്പ് ആക്ടിവിറ്റി. പിന്നെ MP സ്റ്റാൻഡ്സ് ഫോർ മൾട്ടി ഡയമെൻഷണൽ ആൻഡ് പെർവേസീവ്, ID സ്റ്റാൻഡ്സ് ഫോർ ഇൻടാഞ്ചിബിൾ ഫോഴ്സ് ആൻഡ് ഡൈനാമിക് ഫംഗ്ഷൻ. ഓക്കെ, സോ ആദ്യത്തെ എന്താണ്, സെൻട്രലിലെ C, കണ്ടിന്യൂസ് പ്രോസസ്സ്. കണ്ടിന്യൂസ് പ്രോസസ്സ് എന്ന് വെച്ചാൽ എന്താണ്, ഈ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ സീരീസ് ഓഫ് കണ്ടിന്യൂസ് കോമ്പോസിറ്റ് ബട്ട് സെപ്പറേറ്റ് ഫംഗ്ഷൻസ്. നമ്മൾ കണ്ടു അല്ലേ മാനേജ്മെൻറ്റ് ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്, പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്. അപ്പം ഇതെല്ലാം സെപ്പറേറ്റ് ഫംഗ്ഷൻസ് ആണ്, പക്ഷേ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ലൂപ്പിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻസ് ആർ പെർഫോംഡ് ബൈ മാനേജേഴ്സ് ഓൾ ദ ടൈം. എല്ലാ നേരവും ഇതേ ഫംഗ്ഷൻസ് നടന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പം നിങ്ങളുടെ തന്നെ എക്സാമ്പിൾ എടുത്താൽ ആദ്യം 10th ബോർഡ്സ് കഴിഞ്ഞപ്പോഴത്തേനും നിങ്ങൾ പ്ലാൻ ചെയ്തു, ഓക്കെ 11th 12th ഏത് സ്ട്രീം എടുക്കണം. അത് കഴിഞ്ഞ് അപ്പം യു ഹാവ് ഓപ്ഷൻസ്, കൊമേഴ്സ്, സയൻസ്, ഹ്യൂമാനിറ്റീസ്, അങ്ങനെ. അപ്പോൾ അതിൽ ഏത് സ്ട്രീം എടുക്കണമെന്ന് പ്ലാൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതിൽ ഏതൊക്കെ സബ്ജക്ട്സ് എടുക്കണമെന്ന് പ്ലാൻ ചെയ്തു. പിന്നെ എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത്, ഏതൊക്കെ ഡെഡ് ലൈനുള്ള എത്രയൊക്കെ ടോപ്പിക്സ് കവർ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തു. അങ്ങനെ നിങ്ങൾ 12th ബോർഡ്സിന് ഇപ്പോൾ പ്രിപ്പയർ ചെയ്യണം. ഇത് കഴിഞ്ഞാൽ തീരോ ഇല്ല. ഇത് കഴിഞ്ഞിട്ട് യു വിൽ ഹാവ് ടു ചൂസ് ഏത് കോളേജിൽ പോകണം, ഏത് സ്ട്രീം, പിന്നെ അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കണം അല്ലേ. അവിടെ എങ്ങനെയൊക്കെ ഏതൊക്കെ സ്ട്രീമാണ് ചൂസ് ചെയ്യേണ്ടത്, എന്തെങ്കിലും പ്രൊഫഷണൽ കോഴ്സാണോ ചെയ്യേണ്ടത്, അതെല്ലാം. അത് കഴിഞ്ഞു കോളേജ് കഴിഞ്ഞാൽ തീരോ ഇല്ല. അത് കഴിഞ്ഞിട്ട് യു വിൽ ഹാവ് ടു ചൂസ് അത് കഴിഞ്ഞിട്ടുള്ള ഹയർ എഡ്യൂക്കേഷൻ എന്താണ്, സ്പെഷ്യലൈസേഷൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, പുറത്ത് അബ്രോഡ് പോയി പഠിക്കാനാണോ, അത് കഴിഞ്ഞു.
ദെൻ വാട്ട് കംസ് നെക്സ്റ്റ്, പ്രോബബ്ലി എവിടെ ജോലി ചെയ്യണം, ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യണം, എന്തൊക്കെ ഏരിയയിലാണ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് വേണ്ടത്. അങ്ങനെ ഇറ്റ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. അല്ലെങ്കിൽ ഒരു ലൂപ്പിൽ ഒന്ന് കഴിഞ്ഞാൽ ഒന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മൾ പല കാര്യങ്ങളും മാനേജ് ചെയ്താണ് പോകുന്നത്. സെയിം ഗോസ് ഫോർ എ ബിസിനസ്സിൻ്റെ കേസിലാണെങ്കിലും ഇതേപോലെ തന്നെയായിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ TCS, ടാറ്റയുടെ കമ്പനിയാണ്. തുടങ്ങിയത് ഏത് വർഷമാണ്? ഇൻ 1968. തുടങ്ങിയ ആ ഡേറ്റ് മുതൽ ടു ടിൽ ദിസ് ഡേ, ഇന്നത്തെ ദിവസം വരെ അവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഫങ്ഷൻസ് എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ആദ്യം നമ്മളൊരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്തു, ഓർഗനൈസ് ചെയ്തു, അതിന് വേണ്ട സ്റ്റാഫിനെ എടുത്തു, അവരെ ഡയറക്റ്റ് ചെയ്തു, കൺട്രോൾ ചെയ്തു. അതൊരു ഇത് വരുമ്പോഴത്തേനും നെക്സ്റ്റ് പ്രോജക്റ്റിലേക്ക് വരാണ്, അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയറിലേക്ക് മൂവ് ചെയ്യാണ്. അങ്ങനെ തുടങ്ങിയ 1968 തൊട്ടിട്ട് ടിൽ ദിസ് ഡേ കണ്ടിന്യൂസ് ആയിട്ട് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കമ്പനി എന്ന് വരെ ഉണ്ടോ അന്ന് വരെ ഈ മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസും പ്രോസസ്സസും ഉണ്ടാവും. അതാണ് ഫസ്റ്റ് പോയിന്റ്, എന്താണ് കണ്ടിന്യൂസ് പ്രോസസ്സ്. സെക്കൻഡ് പോയിന്റ് എന്താണ് പറയുന്നത്? ഡിഫറെൻറ്റ് ഓർഗനൈസേഷൻസ് ഹാവ് ഡിഫറെൻറ്റ് ഗോൾസ്. ഇപ്പോൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ജിയോ ആദ്യം മാർക്കറ്റിൽ വന്നപ്പം എല്ലാവർക്കും ഫ്രീ ആയിട്ട് കുറേ നാളത്തേക്ക് ഇൻ്റർനെറ്റ് ഒക്കെ കൊടുത്തു. അവരുടെ ഗോൾ അപ്പം എന്തായിരുന്നായിരിക്കും? ടു ക്യാപ്ചർ മാർക്കറ്റ് ഷെയർ, അല്ലേ? ആൾക്കാരെ കൊണ്ട് ജിയോയിലേക്ക് എല്ലാവരും ഒന്ന് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വന്നത്. അപ്പം ആദ്യത്തെ ജിയോൻ്റെ ഗോൾ എന്തായിരുന്നു? ഏറ്റവും കൂടുതൽ മാർക്കറ്റ് പിടിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു. എന്നാൽ വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറേ ഇങ്ങനത്തെ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ഒക്കെ ഉണ്ട്, മേക്ക് എ ഡിഫറൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. അവരുടെ ഗോൾ എന്താണ്? അത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അവരുടെ ഗോൾ സോഷ്യൽ വെൽഫെയർ ആണ്, അതേപോലെ ഇക്വാലിറ്റി കൊണ്ടുവരിക, അങ്ങനത്തെ പല ഗോൾ. അപ്പം ഓരോ ഓർഗനൈസേഷനും അതിൻ്റേതായിട്ടുള്ള ഗോൾ ഉണ്ടാവും. ഓർഗനൈസേഷനിൽ ചിലപ്പം ടെൻസ് ഓർ ലാക്സ് ഓഫ് എംപ്ലോയീസ് ഉണ്ടാവും, അല്ലേ? അപ്പോൾ ഈ ഇൻഡിവിജ്വൽസിൻ്റെ എഫേർട്സ് എല്ലാം ഒന്ന് യുണൈറ്റ് ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഗോൾ എന്താണോ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി കോർഡിനേറ്റിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്നതിനെയാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഇസ് എ ഗോൾ ഓറിയൻറ്റഡ് പ്രോസസ്സ്. നെക്സ്റ്റ് പോയിൻ്റാണ് ഗ്രൂപ്പ് ആക്ടിവിറ്റി. അപ്പം ഒരു ഓർഗനൈസേഷനിൽ കുറേ എംപ്ലോയീസ് ഉണ്ടാവും. അപ്പം ഓരോ എംപ്ലോയി അല്ലെങ്കിൽ ഓരോ മെമ്പറും ആ ഓർഗനൈസേഷൻ ജോയിൻ ചെയ്തതിൻ്റെ പേർപ്പസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ചില ആൾക്കാർ സാലറി കണ്ടിട്ടായിരിക്കും ജോയിൻ ചെയ്തിട്ടുണ്ടാവുക, വേറെ ചിലവർ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട്, വർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ആയിരിക്കും ജോയിൻ ചെയ്തിട്ടുണ്ടാവുക. സംബഡി എൽസ് വുഡ് ഹാവ് ദി ഒബ്ജക്റ്റീവ് ദാറ്റ് ഇത് നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ്, അപ്പോൾ ഇവിടെ വർക്ക് ചെയ്യണം. അപ്പം ആ ഓർഗനൈസേഷൻ്റെ റെപ്യൂട്ടേഷൻ കണ്ടു വന്ന ആൾക്കാരായിരിക്കാം. അപ്പോൾ ഓരോ ആൾക്കാരുടെയും ഇൻഡിവിജ്വൽ പേർപ്പസ് ഡിഫറെൻ്റ് ആണ്. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അവരെന്തിനാണ് അവിടെ വർക്ക് ചെയ്യണത്? ആ കോമൺ ആയിട്ടുള്ള ഓർഗനൈസേഷൻ്റെ ഗോള് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിനപ്പോൾ നമുക്ക് ടീം വർക്കും കോർഡിനേഷനും ആവശ്യമുണ്ട്. സോ ദാറ്റ് ഓരോ ഇൻഡിവിജ്വലിൻ്റെ എഫേർട്ടും ഒരു കോമൺ ഡയറക്ഷനിലേക്ക്, അതായത് നമ്മുടെ കോമൺ ആയിട്ടുള്ള ഓർഗനൈസേഷൻ്റെ ഗോൾ എന്താണോ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി അതിലേക്കാണ് ഡയറക്റ്റഡ് ആയിട്ടുള്ളതെന്ന് ഉറപ്പ് വരുത്താനായിട്ട്. അപ്പം മാനേജ്മെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി ഇവിടെ എന്താണ്? മെമ്പേഴ്സിന് ഇൻഡിവിജ്വലി ഗ്രോ ചെയ്യാനായിട്ടും അവർക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുകയും വേണം. അറ്റ് ദ സെയിം ടൈം നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഗോൾസ് മീറ്റ് ചെയ്യുന്നുണ്ടെന്ന് എൻഷുർ ചെയ്യുകയും വേണം. നമ്മൾ ഇതുവരെ എന്തൊക്കെയാണ് പഠിച്ചത്? ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. അതായത് ഇറ്റ് ഈസ് എ സീരീസ് ഓഫ് കണ്ടിന്യൂസ് കോമ്പോസിറ്റ് ബട്ട് ദെൻ സെപ്പറേറ്റ് ഫംഗ്ഷൻ. എല്ലാ മാനേജേഴ്സും സൈമിൾട്ടേനിയസ്ലി ഓൾ ദ ടൈം ഈ ഫംഗ്ഷൻസ് പെർഫോം ചെയ്യുന്നുണ്ട്. സെക്കൻഡ് പോയിന്റ് ആണ് ഗോൾ ഓറിയൻറ്റഡ് പ്രോസസ്സ്. അതായത് എല്ലാ ഓർഗനൈസേഷനും അതിൻ്റേതായിട്ടുള്ള ഗോൾസ് ഉണ്ടാവും, അത് ഡിഫറെൻ്റ് ആയിരിക്കും, അല്ല അത് ഓരോ ഓർഗനൈസേഷൻ അനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഈ ഗോൾസ് എല്ലാം സിമ്പിൾ ആയിരിക്കണം, ക്ലിയർലി സ്റ്റേറ്റഡ് ആയിരിക്കണം, എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ സ്റ്റേറ്റഡ് ആയിരിക്കണം. ആൻഡ് മാനേജ്മെൻറ്റ് എന്താ ചെയ്യുക? ഓരോ ഇൻഡിവിജ്വലിൻ്റെ എഫേർട്സിനെയും ഡയറക്റ്റ് ചെയ്യും ടുവേർഡ്സ് അച്ചീവിങ് ദ കോമൺ ഓർഗനൈസേഷൻ്റെ ഗോൾ. ഇതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഏറെക്കുറെ ഗ്രൂപ്പ് ആക്ടിവിറ്റിയിലും പറയുന്നത്. ഓരോ ഇൻഡിവിജ്വലും ഒരു ഓർഗനൈസേഷൻ ജോയിൻ ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് പേർപ്പസ് ആയിരിക്കും ഉണ്ടാവുക. ബട്ട് ദെൻ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അവർ വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഓർഗനൈസേഷൻ ഗോള് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം. അറ്റ് ദ സെയിം ടൈം മാനേജ്മെൻറ്റ് ആണെങ്കിലും മെമ്പേഴ്സിന് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കണം, സോ ദാറ്റ് അവർക്കും ഗ്രോത്തും ഡെവലപ്മെൻറ്റും ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അടുത്ത പോയിന്റ്സ് എന്തൊക്കെയാണ്? എം ആൻഡ് പി. എം വെച്ചിട്ട് എന്താണ്? മൾട്ടി ഡയമെൻഷനൽ. അപ്പോൾ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു കോംപ്ലക്സ് ആക്ടിവിറ്റിയാണ്. അതിന് 3 മെയിൻ ഡയമെൻഷൻസ് ആണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വരുന്നതാണ് വർക്ക്. അപ്പം ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും അതിന് എന്തെങ്കിലും ഒരു വർക്ക് ഉണ്ടാവും, അല്ലേ? ഇപ്പോൾ സ്കൂളാണെങ്കിൽ ഇറ്റ് ഇസ് ടു ടീച്ച് സ്റ്റുഡൻസ്, കുട്ടികളെ പഠിപ്പിക്കുക. ഹോസ്പിറ്റലാണെങ്കിൽ അവിടെ വരുന്ന രോഗികളെ ചികിത്സിക്കുക. ഒരു കടയാണെങ്കിൽ അവിടെ വെച്ചിരിക്കുന്ന സാധനങ്ങൾ വിൽക്കുക. അപ്പോൾ ഓരോ ഓർഗനൈസേഷനും ഒരു ജോലികളുണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന വർക്കിനെ നമ്മൾ ഗോൾസിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക. അതായത് ഇപ്പം സ്കൂളിൻ്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കുക. അപ്പോൾ നമ്മുടെ ഗോള് ഇപ്പം ഈ അക്കാഡമിക് ഇയറിലേക്ക് നമ്മുടെ A1 അറ്റ്ലീസ്റ്റ് ഒരു 30% സ്റ്റുഡൻസിന് ഫുൾ A+ അല്ലെങ്കിൽ ഫുൾ A1 കിട്ടണം എന്നാണ് നമ്മുടെ ഗോള് നമ്മൾ
വിചാരിക്കുകയാണ്. ആൻഡ് ദെൻ എങ്ങനെയൊക്കെ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് എക്സ്ട്രാ റിസോഴ്സസ് കൊടുക്കും, ടീച്ചേഴ്സിന് പുതിയ പുതിയ ടീച്ചിങ് മെത്തേഡ്സിന് ട്രെയിനിങ് കൊടുക്കും, അതിന് വേണ്ട എത്രയാണ് ഫണ്ട്, അതിന് ബഡ്ജറ്റ്സ് അസൈൻ ചെയ്യുക. അങ്ങനെ ഇതെല്ലാം ചെയ്യുന്നതാണ് ഫസ്റ്റത്തെ പോയിന്റ് മാനേജ്മെൻറ്റ് ഓഫ് വർക്കിൻ്റെ ഇടയിൽ വരുന്നത്. പിന്നെ വരുന്നതാണ് മാനേജ്മെൻറ്റ് ഓഫ് പീപ്പിൾ. അപ്പം പീപ്പിളാണ് ഒരു ഓർഗനൈസേഷൻ്റെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത്. അപ്പം അവരെ മാനേജ് ചെയ്യാനാണ് ഏറ്റവും ബുദ്ധിമുട്ടും. കാരണം ഒരു കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ഒരു മെഷീനിലെ പ്രോഗ്രാം ആണെങ്കിൽ നമുക്കതിൽ ഡേറ്റ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് കൊടുത്താൽ അത് ചെയ്തുകൊണ്ടേ ഇരിക്കും. ബട്ട് ദെൻ പീപ്പിൾ ആകുമ്പോൾ എന്താണ്, അവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ചെടുക്കാനായിട്ട് കൂടുതൽ ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് മാനേജിങ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ 2 ഡയമെൻഷൻസാണ് വരുന്നത്. ഒന്ന്, നമുക്ക് അവരെ ഇൻഡിവിജ്വലായിട്ട് കണ്ടിട്ട് അവരുടെ ഡൈവേഴ്സ് നീഡ്സ് ആൻഡ് ബിഹേവിയേഴ്സ്, അതായത് ഓരോ ആൾക്കും അവരുടേതായിട്ടുള്ള ബിഹേവിയേഴ്സ് ഉണ്ടാവും അല്ലേ, അത് വെച്ചിട്ട് നമുക്ക് അവരെ മാനേജ് ചെയ്യാം. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഇവർ ഫുൾ ഒരു ഗ്രൂപ്പായിട്ട് കൺസിഡർ ചെയ്തിട്ട് മാനേജ് ചെയ്യാം. ഇനി അവസാനത്തെയാണ് മാനേജിങ് ദി ഓപ്പറേഷൻസ്. അതായത് ഏതൊരു പ്രോഡക്റ്റിലെ സർവീസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടാണെങ്കിലും നമുക്ക് ആദ്യം എന്താണ്, റോ മെറ്റീരിയൽസ് സപ്ലയറിൻ്റെ നിന്ന് മേടിക്കണം. അതിന് പല പല പ്രൊഡക്ഷൻ സ്റ്റേജസിൽ കൂടെയൊക്കെ അത് കടന്നു പോയിട്ടാണ് നമുക്ക് ഫൈനൽ ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പോൾ ഈ ഫുൾ പ്രോസസ്സിനെ മാനേജ് ചെയ്യുന്നതിനെയാണ് മാനേജ്മെൻറ്റ് ഓഫ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ് വിത്ത് പി എന്താണ്, പെർവേസീവ്. പെർവേസീവ് എന്ന് വെച്ചാൽ എന്താണ്, ആക്ടിവിറ്റീസ് ഇൻവോൾവ് ഇൻ മാനേജിങ് ആൻ എൻ്റർപ്രൈസ് ഇസ് കോമൺ ടു ഓൾ ഓർഗനൈസേഷൻസ് വെദർ എക്കണോമിക്, സോഷ്യൽ ഓർ പൊളിറ്റിക്കൽ. അതായത് ഏതൊരു ഓർഗനൈസേഷൻ എടുത്തോട്ടെ ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോഴത്തേനും അവിടെ മാനേജ്മെൻറ്റ് ആവശ്യമാണ്. ഒരു സ്കൂൾ ആയിക്കോട്ടെ, പെട്രോൾ പമ്പ് ആയിക്കോട്ടെ, വലിയ വലിയ കമ്പനികളായിക്കോട്ടെ, നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും ഒന്നിലധികം ആൾക്കാർ ഒരുമിച്ച് വർക്ക് ചെയ്യാണ് ഒരു കോമൺ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ടെന്നുണ്ടെങ്കിൽ അവിടെ മാനേജ്മെൻറ്റ് ആവശ്യമാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യുന്നതെന്നുള്ളത് ഡിഫറെൻ്റ് ആയിരിക്കും. അത് ഓരോ ഇപ്പം സ്കൂൾ നടത്തുന്ന പോലെ ആയിരിക്കില്ല ചിലപ്പോൾ ഹോസ്പിറ്റൽ മാനേജ് ചെയ്യുന്നത്, അതുപോലെ ആയിരിക്കില്ല ഒരു മൾട്ടിനാഷണൽ കമ്പനി മാനേജ് ചെയ്യുന്നത്, അതേപോലെ ആയിരിക്കില്ല ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ മാനേജ് ചെയ്യുന്നത്. അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഡിഫറെൻ്റ് ആയിരിക്കും. ആ ഡിഫറൻസ് ചിലപ്പം കൾച്ചർ, ട്രഡീഷൻ, ഹിസ്റ്ററി ഒക്കെ വെച്ചിട്ട് വരുന്ന ഡിഫറൻസസ് ആയിരിക്കും. അതേപോലെ ഏത് രാജ്യത്താണെങ്കിലും, ഇന്ത്യയിലാണെങ്കിലും ജപ്പാനിലാണെങ്കിലും ചൈനയിലാണെങ്കിലും US-ലാണെങ്കിലും അവിടെയും ഓർഗനൈസേഷൻസ് ആകുമ്പം മാനേജ്മെൻറ്റ് ആവശ്യമാണ്. ഇനി അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച പോയിന്റ്സ് എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സിൽ? C for കണ്ടിന്യൂസ് പ്രോസസ്, പിന്നെ ഗോൾ ഓറിയൻറ്റഡ്, പിന്നെ ഗ്രൂപ്പ് ആക്ടിവിറ്റി, മൾട്ടി ഡയമെൻഷണൽ ആൻഡ് പെർവസീവ്. ഇനി 2 more പോയിന്റ്സ് ആണ് ഉള്ളത്. നെക്സ്റ്റ് എന്താണ്, ഇൻടാഞ്ചിബിൾ ഫോഴ്സ്. മാനേജ്മെൻറ്റ് എന്ന ഒരു ഇൻടാഞ്ചിബിൾ ഫോഴ്സാണ്. ഇൻടാഞ്ചിബിൾ എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് കാണാനോ കേൾക്കാനോ തൊടാനോ പറ്റാത്തതിനാണ് ഇൻടാഞ്ചിബിൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ മാനേജ്മെൻറ്റിന് ഇൻടാഞ്ചിബിൾ എന്ന് പറയുന്നത്? ബിക്കോസ് ഒബ്വിയസ്ലി നമുക്ക് അതിനെ കാണാനോ കേൾക്കാനോ ഒന്നും പറ്റത്തില്ല അല്ലേ. സോ നമുക്ക് എങ്ങനെയാണ് പക്ഷേ മാനേജ്മെൻറ്റ് ഉണ്ടെന്ന് അറിയാൻ പറ്റുന്നത്? ഇപ്പോൾ നമ്മുടെ ടാർഗറ്റ്സ് ഒക്കെ സമയത്തിന് മീറ്റ് ചെയ്യുന്നുണ്ട്. ഓരോ ആൾക്കാർക്കും അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്താണ്, അവർക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ജോലി എന്താണെന്ന് കൃത്യമായിട്ട് അറിയാം. അവരത് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. ടാർഗറ്റ് എല്ലാം കറക്റ്റ് സമയത്തിന് അവരെ മീറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ ഓർഗനൈസേഷനിൽ നല്ല മാനേജ്മെൻറ്റ് ഉണ്ടെന്ന്. പക്ഷെ അതല്ലാതെ നമുക്ക് മാനേജ്മെൻറ്റ് കാണാനോ കേൾക്കാനോ തൊടാനോ പറ്റില്ല. നമുക്ക് ജസ്റ്റ് അവർ കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, സമയത്തിന് റീസണബിൾ കോസ്റ്റിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ദാറ്റ് അവിടെ നല്ല മാനേജ്മെൻറ്റ് ഉണ്ടെന്ന്. അതാണ് ഇൻടാഞ്ചിബിൾ ഫോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റത്തെ പോയിൻ്റാണ് മാനേജ്മെൻറ്റ് ഇസ് എ ഡൈനാമിക് ഫംഗ്ഷൻ. ഡൈനാമിക് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? അപ്പം മാനേജ്മെൻറ്റ് ഹാസ് ടു അഡാപ്റ്റ് ഇറ്റ്സെൽഫ് ടു ദ ചേഞ്ചിങ് എൻവയോൺമെൻറ്റ്. മാനേജ്മെൻറ്റിൻ്റെ ചുറ്റിനുള്ള എൻവയോൺമെൻറ്റിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ചിട്ട് അവർ മാറിക്കൊണ്ടിരിക്കണം. അപ്പം ഒരു ബിസിനസ്സിൻ്റെ ചുറ്റുമുള്ള എൻവയോൺമെൻറ്റിൽ പല പല ചേഞ്ചസും വരാം അല്ലേ. സോഷ്യൽ ഫാക്ടേഴ്സ് കാരണം, എക്കണോമിക് ഫാക്ടേഴ്സ് കാരണം, പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് കാരണം ഒക്കെ ചേഞ്ചസ് വരാം. അപ്പോൾ അതിന് അനുസരിച്ചിട്ട് മാനേജ്മെൻറ്റ് കറക്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യണം. അപ്പോൾ ഇൻ ഓർഡർ ടു ബി സക്സസ്ഫുൾ ഓർഗനൈസേഷൻ മസ്റ്റ് ചേഞ്ച് ഇറ്റ് സെൽഫ് ആൻഡ് ഇറ്റ്സ് ഗോൾസ് അക്കോർഡിംഗ് ടു ദ നീഡ്സ് ഓഫ് ദി എൻവയോൺമെൻറ്റ്. ഇപ്പം ഇതിന് പല എക്സാമ്പിൾസ് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ കോവിഡിന് മുന്നേ വരെ ഓൺലൈൻ ക്ലാസ്സസ് അത്ര പോപ്പുലർ ആയിരുന്നില്ല അല്ലേ. എല്ലാവരും പ്രിഫർ ചെയ്തിരുന്ന എന്താണ്, ക്ലാസ്സിൽ പോയി ഫിസിക്കൽ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുക. പക്ഷെ കോവിഡ് വന്നപ്പോൾ എന്ത് പറ്റി, എല്ലാ ക്ലാസ്സസും കോച്ചിങ് സെൻറ്റേഴ്സും എല്ലാം കുറേ നാളത്തേക്ക് ഫങ്ഷനിങ് ആയിരുന്നില്ല. എല്ലാവരും റിമോട്ടായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി, ഓൺലൈൻ ക്ലാസ് പോപ്പുലർ ആവാൻ തുടങ്ങി അല്ലേ. അപ്പോൾ ആ സമയത്ത്, അതായത് കോവിഡിൻ്റെ സമയത്ത് എല്ലാ കോച്ചിങ് സെൻറ്റേഴ്സും ക്ലോസ് ഡൗൺ ചെയ്ത സമയത്ത് കുറേ ആൾക്കാർ എന്ത് ചെയ്തു, ഓൺലൈൻ മോഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അവർ ആപ്പ് കൊണ്ടുവന്നു, ക്ലാസ്സസ് ഒക്കെ എൻക്രിപ്റ്റ് ചെയ്ത് ഓൺലൈൻ സെല് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വന്നവർക്ക് എന്ത് പറ്റി, ഈവൻ കോവിഡിൻ്റെ സമയത്തും നല്ല രീതിയിൽ ഫ്ലറിഷ് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ കോവിഡിൻ്റെ സമയത്ത് അവരുടെ ബിസിനസ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റി. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പണ്ട് നമ്മൾ കടയിൽ പോകുമ്പോഴത്തേനും നമ്മുടെ കയ്യിൽ എപ്പോഴും ക്യാഷ് ഉണ്ടാവും അല്ലേ. എന്ത് മേടിക്കുകയാണെങ്കിലും ഈ കുഞ്ഞു കുഞ്ഞു മിഠായി, സിപ്പപ്പൊക്കെ മേടിക്കുമ്പോൾ ക്യാഷ് കൊടുത്തിട്ടാണ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ലിക്വിഡ് ക്യാഷ് ഭയങ്കര കുറവാണ്. നമ്മൾ എവിടെ ചെന്നാലും കടയിൽ ചെന്നാൽ ആദ്യം ചോദിക്കുന്നത് എന്താണ്, GPay ഉണ്ടോ അല്ലേ. ബിക്കോസ് ഇപ്പോൾ UPI ഒക്കെ അത്രയും കോമൺ ആയിട്ട് വന്നേക്കാണ്. അപ്പോൾ നമ്മളൊരു കടയിൽ ഇപ്പോൾ ചെല്ലുമ്പോഴത്തേനും ആദ്യമൊക്കെ UPI വന്ന സമയത്ത് എല്ലാവർക്കും പേടിയായിരുന്നു യൂസ് ചെയ്യാൻ. നെറ്റ് ബാങ്കിങ്ങും UPI ഒക്കെ വന്ന സമയത്ത്
ഫണ്ട് ട്രാൻസ്ഫർ സേഫ് ആണോ, നമ്മുടെ പൈസ സേഫ് ആയിട്ടിരിക്കുമോ എന്നൊക്കെ. പക്ഷേ ഇപ്പോൾ ഒരു കടയിൽ GP ഇല്ലെങ്കിൽ അത് അവരുടെ ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യും. ബിക്കോസ് എല്ലാവരും കയ്യിൽ ലിക്വിഡ് ക്യാഷ് ഒന്നും കൊണ്ട് നടക്കുന്ന ആൾക്കാരല്ല. ഇപ്പോൾ ഈവൺ ഒരു സിപ്പപ്പ് മേടിക്കാനായിട്ടാണെങ്കിൽ പോലും നമ്മുടെ കയ്യിൽ ഇപ്പോൾ ക്യാഷ് ആയിട്ടുണ്ടാവില്ല, GP ആയിരിക്കും നമ്മൾ ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ എന്ത് പറ്റി, അങ്ങനെ നമ്മുടെ എൻവയോൺമെൻറ്റ് മാറി. നമ്മൾ എങ്ങനെയാണ് പേയ്മെൻറ്റ്സ് നടത്തുന്ന രീതി, പണ്ട് ക്യാഷ് നിന്ന് മാറി ഇപ്പം UPI അല്ലെങ്കിൽ ഇലക്ട്രോണിക് മോഡ്സിലേക്ക് മാറി. അപ്പോൾ അത് മാറിയ അനുസരിച്ച് എന്ത് പറ്റി, ബിസിനസ്സിനും മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നു. അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മൾ വരുന്ന ചേഞ്ചസ് റെക്കഗ്നൈസ് ചെയ്തിട്ട് നമ്മൾ ബിസിനസ്സും അതനുസരിച്ച് മാറ്റുവാണെങ്കിൽ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റുള്ളൂ. അതാണ് ലാസ്റ്റത്തെ ഫംഗ്ഷൻ. ഇന്നിപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാടധികം ടോപ്പിക്സ് ഒന്നും കവർ ചെയ്യുന്നില്ല. ജസ്റ്റ് ഇതുവരെ കവർ ചെയ്ത 2 ടോപ്പിക് ഒന്ന് റിവൈസ് ചെയ്തിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ എന്താണ് പഠിച്ചത്, മാനേജ്മെൻറ്റിൻ്റെ ഡെഫിനിഷൻ. എന്താണ് മാനേജ്മെൻറ്റ്? ഇറ്റ് ഇസ് എ പ്രോസസ് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ എഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി. പ്രോസസ് എന്ന് വെച്ചാൽ എന്താണ്, മാനേജ്മെൻറ്റിൻ്റെ പ്രൈമറി ഫംഗ്ഷൻസ് ആണ്. 5 ഫംഗ്ഷൻസ് ആണുള്ളത്. എന്താണ്? പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ്. എഫക്റ്റീവ്ലി എന്ന് വെച്ചാൽ എന്താണ്, എഫക്റ്റീവ്ലി T ഫോർ ടൈം, അതായത് ടൈമിൽ പറഞ്ഞ ജോലി കറക്റ്റായിട്ട് തീർക്കുക. അപ്പോൾ നമ്മുടെ കൺസേൺ എന്താണ്, ഗോൾസ് അച്ചീവ് ചെയ്യാന്ന് മാത്രമുള്ളതാണ്. അതാണ് എഫക്റ്റീവ്ലി. എഫിഷ്യൻ്റ്ലി എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ അവിടെ കോസ്റ്റും കൂടെ കൺസിഡർ ചെയ്യും. അതായത് കറക്റ്റായിട്ടുള്ള ജോലി മിനിമം കോസ്റ്റിൽ ചെയ്യണം. അപ്പോൾ അവിടെ ഒരു കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസും കൂടെ നമ്മൾ നടത്തും. നമുക്ക് എങ്ങനെയൊക്കെ എഫിഷ്യൻസി കൂട്ടാം, ഒന്നില്ലെങ്കിൽ ഒരേ ഔട്ട്പുട്ടിന് കുറച്ച് റിസോഴ്സ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ കുറച്ച് റിസോഴ്സ് ഉപയോഗിച്ചിട്ട് കൂടുതൽ ഔട്ട്പുട്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് എഫിഷ്യൻസി കൂട്ടാൻ പറ്റും. ഇനി ഇൻപുട്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, മണി, മെറ്റീരിയൽ, എക്യുപ്മെൻറ്റ് ആൻഡ് പേഴ്സൺസ്. അപ്പോൾ നമ്മൾ റിസോഴ്സൊക്കെ എഫിഷ്യൻ്റ്ലി യൂസ് ചെയ്യണമെങ്കിൽ എന്താ പറ്റുക, നമ്മുടെ കോസ്റ്റ് കുറയും, പ്രോഫിറ്റ് കൂടും. ഇനി എഫക്റ്റീവ്നെസ് വേഴ്സസ് എഫിഷ്യൻസി, ഈ 2 ടേംസ് ഡിഫറെൻ്റ് ആണെങ്കിലും ഇന്റർറിലേറ്റഡ് ആണ്. അപ്പോൾ ദേ ആർ ലൈക്ക് 2 sides ഓഫ് എ സെയിം കോയിൻ. അപ്പം ഒരു മാനേജ്മെൻറ്റിന് സക്സസ്ഫുൾ ആയിട്ട് ബിസിനസ് നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ എഫക്റ്റീവും ആവണം, എഫിഷ്യൻറ്റും ആവണം. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ എപ്പോഴും ഒരു ബാലൻസ് ഉണ്ടായിരിക്കണം. ടെക്സ്റ്റിൽ ഒരു എക്സാമ്പിൾ ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെൻറ്റ്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന മെമ്മറി ടെക്നിക്ക് എന്താണ്, സെൻട്രൽ ഗവൺമെൻറ് ആസ് MP ഹിസ് ID, C ഫോർ കണ്ടിന്യൂസ് പ്രോസസ്, ഗവൺമെൻറ്റിൻ്റെ G ഫോർ ഗോൾ ഓറിയൻറ്റഡ് പ്രോസസ് ആൻഡ് ഗ്രൂപ്പ് ആക്ടിവിറ്റി, പിന്നെ MP-ലെ M ഫോർ മൾട്ടി ഡയമെൻഷണൽ, P ഫോർ പെർവേസീവ്, I ഫോർ ഇൻടാഞ്ചിബിൾ, D ഫോർ ഡൈനാമിക്. നമ്മളിപ്പോൾ ഇതിൽ എല്ലാ പോയിന്റ്സിനും എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ ജസ്റ്റ് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ടൈം വായിക്കുമ്പോഴത്തേനും കുറച്ചും കൂടെ എളുപ്പത്തിൽ ലിങ്ക് ചെയ്യാൻ പറ്റും. ഇത് ഫസ്റ്റ് പോയിന്റ് എന്താണ്, കണ്ടിന്യൂസ് പ്രോസസ് ആണ്. എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എ സീരീസ് ഓഫ് കണ്ടിന്യൂസ് കോമ്പോസിറ്റ് ബട്ട് സെപ്പറേറ്റ് ഫംഗ്ഷൻസ്. അപ്പോൾ എന്തൊക്കെയാണ് ഫംഗ്ഷൻസ്, നമ്മൾ നേരത്തെ പഠിച്ചതെല്ലാം, പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ്. അപ്പോൾ ഈ എല്ലാ ഫംഗ്ഷൻസും മാനേജേഴ്സ് എല്ലാവരും എല്ലാ സമയം പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഇവിടെ നമ്മൾ എക്സാമ്പിളായിട്ട് നമ്മുടെ റിയൽ ലൈഫിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞു, ലൈക്ക് ആഫ്റ്റർ 10th 12th കഴിഞ്ഞ് കോളേജ്, അങ്ങനെ ലൂപ്പിൽ നെവർ എൻഡിങ് ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി ബിസിനസ്സിൻ്റെ കേസിലാണെങ്കിലും ഇപ്പോൾ TCS-ലൊക്കെ 1960 തുടങ്ങിയ ഒരു കമ്പനിയാണ്. ഈവൻ ടിൽ ഡേ അവർ ഈ എല്ലാ പ്രോസസ്സും അല്ലെങ്കിൽ ഈ എല്ലാ ഫംഗ്ഷൻസും മാനേജ്മെൻറ്റ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി സെക്കൻഡാണ് ഗോൾ ഓറിയൻറ്റഡ് പ്രോസസ്. ഇപ്പോൾ ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും അതിൻ്റേതായിട്ടുള്ള ഗോൾസ് ഉണ്ടാവും. അത് സിമ്പിൾ ആയിരിക്കണം, ക്ലിയർലി സ്റ്റേറ്റഡ് ആയിരിക്കണം. ഓരോ ഓർഗനൈസേഷനും ഓരോ ഗോളായിരിക്കും. അപ്പോൾ മാനേജ്മെൻറ്റ് എന്താ ചെയ്യുക, പല ഇൻഡിവിജ്വൽസിൻ്റെ എഫേർട്സ് ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യുന്നതിലേക്ക് ഫോക്കസ് ചെയ്യും. ഇനി ഗ്രൂപ്പ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനിൽ പല ഇൻഡിവിജ്വൽസ് ഉണ്ടാവും, കുറേ എംപ്ലോയീസ് ഉണ്ടാവും. ഓരോ ആളുടെയും പേർപ്പസും ഒബ്ജക്റ്റീവും ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ ഇവരെല്ലാം ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് ഓർഗനൈസേഷൻ്റെ കോമൺ ഗോളിലേക്ക് വേണ്ടി വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് നമുക്ക് ടീം വർക്കും വേണം, കോർഡിനേഷനും വേണം. അതിനോടൊപ്പം തന്നെ ഈ ഓരോ ഇൻഡിവിജ്വലിൻ്റെയും ഡെവലപ്മെൻറ്റിനും ഗ്രോത്തിനും വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസും മാനേജ്മെൻറ്റ് കൊടുക്കണം. മൾട്ടി ഡയമെൻഷനൽ എന്ന് വെച്ചാൽ നമുക്ക് 3 dimensions ആണുള്ളത്. ഫസ്റ്റ് മാനേജ്മെൻറ്റ് ഓഫ് വർക്ക്. മാനേജ്മെൻറ്റ് ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണോ നമ്മുടെ വർക്ക് അതിനെ ഗോളായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുക. എന്തൊക്കെയാണ് പ്രോബ്ലംസ്, എന്തൊക്കെ പ്രോബ്ലംസ് ആണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത്, ബഡ്ജറ്റ് ഡിസൈഡ് ചെയ്യുക, റെസ്പോൺസിബിലിറ്റീസ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക, അതൊക്കെയാണ് ഫസ്റ്റത്തെ സ്റ്റേജ്. പിന്നെ മാനേജ്മെൻറ്റ് ഓഫ് പീപ്പിൾ, ആൾക്കാരെ മാനേജ് ചെയ്യുക. അതിൽ ഇപ്പം ഏറ്റവും വലിയ അസറ്റ് ഒരു ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ അതിൽ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് 2 dimensions അതിലുണ്ട്. ഒന്ന് അവർ ഇൻഡിവിജ്വൽസ് ആയിട്ട് കാണുക, സെക്കൻഡ് വൺ അവരൊരു ഗ്രൂപ്പായിട്ട് കൺസിഡർ ചെയ്യുക. പിന്നെ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ എല്ലാ ഇൻപുട്സിനെ നമ്മൾ ഔട്ട്പുട്ടായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ വരുന്ന എല്ലാ പ്രൊഡക്ഷൻ പ്രോസസ്സിനെ മാനേജ് ചെയ്യുന്നതിനാണ് മാനേജ്മെൻറ്റ് ഓഫ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഇനി പെർവേസീവ് എന്ന് വെച്ചാൽ എന്താണ്, നെക്സ്റ്റ് പോയിന്റ് ആണ്. പെർവേസീവ് എന്ന് വെച്ചാൽ ഏത് ഓർഗനൈസേഷൻ ആണെങ്കിലും, അതിപ്പോൾ എക്കണോമിക്, സോഷ്യൽ, പൊളിറ്റിക്കൽ എങ്ങനത്തെ ഓർഗനൈസേഷൻ ആണെങ്കിലും അവിടെ മാനേജ്മെൻറ്റ് ഉണ്ടാവും. ആൻഡ് എങ്ങനെയാണ് ഓരോ ഓർഗനൈസേഷൻ മാനേജ്മെൻറ്റ് നടത്തുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും, ആ ഓർഗനൈസേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷേ എല്ലായിടത്തും മാനേജ്മെൻറ്റ് ഉണ്ടാവും. ഇൻടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് മാനേജ്മെൻറ്റ് കാണാനോ കേൾക്കാനോ തൊടാനോ ഒന്നും പറ്റില്ല. ബട്ട് ദെൻ നമുക്ക് ആ ഒരു ഓർഗനൈസേഷൻ എങ്ങനെയാണ് നടന്നു പോകുന്നത്, എങ്ങനെയാണ് നടത്തിക്കൊണ്ട് പോകുന്നത്, അവിടുത്തെ ടാർഗറ്റ്സ് മീറ്റ് ചെയ്യുന്നുണ്ട്, ആൾക്കാർക്കൊക്കെ അവരുടെ റെസ്പോൺസിബിലിറ്റി കറക്റ്റായിട്ട് അറിയാം, കറക്റ്റായിട്ട് അവരെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്കറിയാം അവിടെ നല്ല മാനേജ്മെൻറ്റ് ഉണ്ടെന്ന്. അല്ലാതെ നമുക്ക് മാനേജ്മെൻറ്റ് കാണാൻ പറ്റില്ല. അവസാനത്തെ പോയിന്റാണ് ഡൈനാമിക്. ഡൈനാമിക് എന്ന് വെച്ചാൽ എന്താണ്, ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ സക്സസ്ഫുൾ ആവണമെങ്കിൽ അതിൻ്റെ എൻവയോൺമെൻറ്റിൽ വരുന്ന ചേഞ്ചസ്, ബി ഇറ്റ് സോഷ്യൽ, എക്കണോമിക്, പൊളിറ്റിക്കൽ, ആ ചേഞ്ചസിനോടൊക്കെ അനുസരിച്ചിട്ട് മാനേജ്മെൻറ്റിനും ചേഞ്ച് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മാത്രമേ ആ ഓർഗനൈസേഷന് സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എക്സാമ്പിളായിട്ട് ഇപ്പോൾ നമ്മൾ UPI, ഈവൻ കുഞ്ഞു ഗ്രോസറി സ്റ്റോറിലും പെട്ടുകടകളിലും വരെ ഇപ്പോൾ UPI വന്നു തുടങ്ങി അല്ലേ. പിന്നെ വേറൊരു എക്സാമ്പിളാണ് ഈ കോവിഡിൻ്റെ സമയത്ത് ക്ലാസ്സസ് എല്ലാം ഓഫ്ലൈൻ ടു ഓൺലൈൻ ഷിഫ്റ്റ് ചെയ്തതും ഇതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആകെ 2 ടോപ്പിക്സേ കവർ ചെയ്തിട്ടുള്ളൂ. ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, നിങ്ങൾ
ടെക്സ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള ഫീഡ്ബാക്കും പ്ലീസ് ഡു ഷെയർ ഇൻ ദ കമൻറ്റ്സ്. ഐ വുഡ് ബി റിയലി ഹാപ്പി ടു നോ. ആൻഡ് ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ദ വീഡിയോ ആൻഡ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ സോ ദാറ്റ് ഇതിൻ്റെ നെക്സ്റ്റ് പാർട്സ് ഓഫ് ദ സെയിം ചാപ്റ്റർ വരുമ്പോഴത്തേനും യു വോണ്ട് മിസ് ഔട്ട് ഓൺ എനി ഓഫ് ഇറ്റ് ആൻഡ് യു വിൽ ബി നോട്ടിഫൈഡ്. ആൻഡ് ലാസ്റ്റ്ലി ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. ബിക്കോസ് ഇപ്പോൾ നമ്മൾ റീൽസും മീംസൊക്കെ ഷെയർ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ അവർക്ക് പഠിക്കാൻ ഹെൽപ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒക്കെ കൂടി ഷെയർ ചെയ്യുകയാണെങ്കിൽ അതിലും അടിപൊളി ഫ്രണ്ട്സ് വേറെ ഇല്ലല്ലോ. സോ ദാറ്റ് വാസ് ഇറ്റ് ഫോർ ടുഡേ. So Commerce was signing off. Happy learning till we meet the next time. Thank you.